സോഫ്റ്റ് സോയിലുകളുള്ള റിവറുകളിൽ എംബാങ്ക്മെൻറ്റ് നിർമ്മിക്കുന്നതിന് മുമ്പുള്ള അനാലിസിസിന് വേണ്ടിയാണ് പ്ലാക്സിസ് എന്ന ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് സോഫ്റ്റ്വെയർ ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷം പ്ലാക്സിസ് BV എന്ന കമ്പനി രൂപീകരിക്കുകയും അവരുടെ നിലവിലെ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അനവധി ജിയോമെട്രിക്കൽ ഇഷ്യൂവിന് പരിഹാരമാകുന്ന രീതിക്ക് സോഫ്റ്റ്വെയറിനെ മാറ്റുകയും ചെയ്തു. ശേഷം പ്ലാക്സിസ് BV എന്ന കമ്പനിയെ അമേരിക്കൻ കമ്പനിയായ ബെല്ലി സിസ്റ്റംസ് വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. എന്താണ് പ്ലാക്സിസ്? പ്ലാക്സിസ് എന്നത് ഒരു ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ്. ഡീഫോർമേഷനെ പറ്റിയും സ്റ്റെബിലിറ്റിയെ പറ്റിയും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ലീനിയർ, നോൺ ലീനിയർ, അനൈസോട്രോപിക് മുതലായ പലതരം ബിഹേവിയറുകൾ കാണിക്കുന്ന സോയിലിൻ്റെ അനാലിസിസുകൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ സാധിക്കും. സോയിലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മൾട്ടി ഫേസ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക്, നോൺ ഹൈഡ്രോസ്റ്റാറ്റിക്, പോർ പ്രഷർ മുതലായ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ബിഹേവിയറുകൾ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മറ്റ് സോഫ്റ്റ്വെയറുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇതാണ് പ്ലാക്സിസിനെ മറ്റ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് സോഫ്റ്റ്വെയറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ എന്തിനാണോ അനാലിസിസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു മോഡൽ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലാക്സിസ് എന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ സോയിലിൻ്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സോയിലിൻ്റെ മോഡൽ ഡിസൈൻ ചെയ്യുക എന്നതാണ് ആദ്യത്തെ കാര്യം. ഉദാഹരണത്തിന് നമ്മളൊരു ബിൽഡിംഗ് ആണ് അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു മോഡൽ നിർമ്മിക്കും. അതുപോലെ തന്നെ ഒരു മെക്കാനിക്കൽ പാർട്ടാണ് അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം അതിനെ ഒരു മോഡൽ നിർമ്മിക്കും. അതുപോലെ സോയിലിന് ഒരു മോഡൽ നിർമ്മിക്കണം. പക്ഷേ അത് മുമ്പ് പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബേസും അത് നിലനിൽക്കുന്ന സോയിലും തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പ്ലാക്സിസ് എന്ന സോഫ്റ്റ്വെയർ വഴി പല ശ്രേണിയിൽപ്പെട്ട വ്യത്യസ്തവും കോംപ്ലിക്കേറ്റഡുമായ ജിയോ ടെക്നിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. പ്ലാക്സിസ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസിൽ നോക്കുമ്പോൾ നമുക്ക് 4 കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ആദ്യത്തേത് ഇൻപുട്ട്, കാൽക്കുലേഷൻ, ഔട്ട്പുട്ട്, കർവ്സ്. അനാലിസിസ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പുകൾ വേണം ഫോളോ ചെയ്യാൻ. ഇതിൽ ഇൻപുട്ട് എന്ന സെക്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ വരയ്ക്കുന്ന ജിയോമെട്രി, ആ ജിയോമെട്രിയുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടി, അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ്, അതിൽ ലോഡ് എവിടെയൊക്കെയാണ് അപ്ലൈ ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ആവശ്യമായ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫേസായ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ഫേസിൽ കമ്പ്യൂട്ടർ നമ്മൾ കൊടുത്ത എല്ലാ ഇൻപുട്ട് ഡേറ്റയും വിശകലനം ചെയ്യുന്നു. ഈ പ്രോസസ്സ് തികച്ചും ഓട്ടോമേറ്റഡ് ആയിരിക്കും. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയാലുടൻ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഈ ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ച് നമ്മളുടെ സോയിലിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ട്രെസ് ഫോർമേഷൻ, അങ്ങനെ പല പാരാമീറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഓരോന്നും വിശകലനം ചെയ്യാനും സാധിക്കും. ഇനി നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് അല്ല റിസൾട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ടിൽ പോയി നമ്മളുടെ ഡേറ്റാസ് അനുയോജ്യമായ രീതിക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ പ്രൊസീജിയർ പിന്നെയും തുടരുക. അടുത്ത ഫേസാണ് കർവ്സ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നേരെ കർവ്സ് എന്ന ഫേസ് പോകാവുന്നതാണ്. ഈ ഫേസിൽ പ്രധാനമായും ഗ്രാഫുകളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ കൊടുത്ത ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയ ഉണ്ടായ മാറ്റവും അനുസരിച്ച് നമുക്ക് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഈ ഗ്രാഫിലൂടെ നമുക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയെ പറ്റി വിശദമായി വിശകലനം ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്ലാക്സിസ് എന്ന സോഫ്റ്റ്വെയറിൽ സിമ്പിളായി പറയാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ അനാലിസിസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാൻ കഴിയും. ഇനി ഇൻ്റർഫേസിലോട്ട് പോകുമ്പോഴും ഓരോ ടൂളുകളെ പറ്റി പരിചയപ്പെടുമ്പോഴും സോയിലിൻ്റെ ഓരോ ബിഹേവിയറുടെ പേരും ആ ബിഹേവിയർ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയും നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.